ഓരോ ദിവസവും ഭീതിജനകമാകുകയാണ് ജീവിതം. മനുഷ്യൻ്റെ എന്നല്ല, അത് മറ്റ് ജന്തുക്കളിലേക്കും വ്യാപിക്കും ആ ഭീതി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപക്ഷെ 10 വർഷം മുന്നേ ജീവികളെ തിന്നതിൻ്റെ അളവ് നോക്കിയാൽ 10 വർഷം മുന്നത്തെ ഈ വർഷത്തെ നോക്കുമ്പോൾ 10 വർഷം മുന്നേ ഇപ്പോൾ ഈ വർഷത്തെ നോക്കുമ്പോൾ എത്രയോ ഇരട്ടി ജീവികളെയാണ് കൊന്നു തിന്നുന്ന മനുഷ്യൻ. അപ്പോൾ അത്രയും ജീവികളെ തിന്നുന്ന ഹിംസ്ര ജീവികളായി അധപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ. ഇത് സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലും ഉണ്ട്. ഇപ്പം ഏറ്റവും പ്രമാദമായിട്ട് ഇപ്പോൾ തെളിഞ്ഞു നിൽക്കുന്ന സമാധിയാണ്. സമാധി മൂലം സർവ്വതും നാശത്തിൻ്റെ അങ്ങ് വക്കി നീ തിരിച്ചു കയറാൻ മേലാത്ത പോലെ ചെളിക്കുണ്ടിൽ ആഴ്ന്നു നിൽക്കുക മനുഷ്യ സമൂഹം. അത് ഏത് അഭിപ്രായത്തിൽപ്പെട്ടവരായാലും, ഇന്നത്തെ രീതിക്ക് പറഞ്ഞാൽ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരായാലും, ഇത് മുഴുവൻ ചൂഷണം. ഇത് എനിക്ക് തോന്നുന്നത് ഇവിടെ ഇതിനെ നയിക്കുന്ന ഒരു വർഗം, ഈ മനുഷ്യനെ നയിക്കുന്ന ഒരു വർഗം ഉണ്ടല്ലോ, പല തലങ്ങളുള്ള വർഗങ്ങളാണ്. ഈ വർഗങ്ങളെല്ലാം മനുഷ്യനെ അധപ്പതിപ്പിക്കുന്ന അന്ധവിശ്വാസത്തിൻ്റെ അന്ധകാരത്തിലേക്ക് ആക്കി നിർത്തിക്കൊണ്ട് മുഴുവൻ ആളുകളെയും ഭാവി ജീവിതം നശിപ്പിക്കുന്ന തരത്തിൽ, ഭാവി ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേർക്കുന്ന, കേരളത്തിലെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു സാംസ്കാരിക നിലയമെന്ന് പറയുന്ന കേരളം ഇത് എത്തിപ്പെടുന്ന അവിടെ. അപ്പം അങ്ങോട്ട് ഇപ്പോൾ പെട്ടെന്ന് എനിക്ക് ചോദിക്കാനുള്ള ഈ സമാധി എന്താണ്? സമാധി ജീവൻ ഉള്ളതാണോ? സമാധി ജീവിച്ചിരിക്കുമ്പോൾ സമാധിയാകാൻ പറ്റുന്നതാണോ? അതോ മരണത്തിന് ശേഷമുള്ളതാണോ സമാധി? സമാധിസ്ഥനായി എന്ന് പറയുന്നു, സമാധി ഇരുത്തുക എന്ന് പറയുന്നു, സമാധി ആകുക എന്ന് പറയുന്നത് സമാധി ഇരുത്തുവാണോ, കിടത്തുവാണോ, നടത്തുവാണോ? ഈ സമാധി എന്ന് പറഞ്ഞാൽ അത് ജീവനുള്ളപ്പോൾ സംഭവിക്കുന്നതാണോ, അതോ മരിച്ചതിന് ശേഷം സമാധിയാവുന്നതാണോ, അതോ സമാധിയിലേക്ക് നമുക്ക് ജീവിക്കാൻ പറ്റുമോ, അതോ സമാധിയിലേക്ക് മരിക്കാൻ പറ്റുമോ? ഇതിൻ്റെ ഉത്തരം കിട്ടിയേ പറ്റുള്ളൂ. അങ്ങനെ സംബന്ധിച്ച് പ്രണവവേദയുടെ രചയിതാവെന്നുള്ള നിലക്ക് ഈ സംഭവങ്ങൾ മുഴുവനും അദ്ദേഹത്തിന് അങ്ങേക്ക് ഹൃദിസ്ഥമാണെന്ന് തന്നെ എനിക്കറിയാം. അങ്ങേക്ക് അതിന് വ്യക്തമായ ഉത്തരം തരാം. സമാധി എന്താണ്? സമാധി എങ്ങനെയാണ്? സമാധി എപ്പോൾ സംഭവിക്കുന്നതാണ്? അത് ആർക്കെങ്കിലും അനുഭവിക്കാൻ പറ്റുന്നതാണോ? ജീവിച്ചിരിക്കുമ്പോൾ സമാധിയുടെ സുഖം അനുഭവിക്കാൻ പറ്റുമോ? അതോ മരിച്ചതിന് ശേഷം മറ്റുള്ളവർക്ക് അതിൻ്റെ ഗുണം കിട്ടുമോ? എന്താണ് സമാധി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ വാക്കിൻ്റെ അർത്ഥം മുതൽ അങ്ങ് വളരെ വിശദമായിട്ടൊന്ന് പറയണം. ഇത് ജനങ്ങൾക്ക് അറിയേണ്ട ആവശ്യമുണ്ട്. അന്ധവിശ്വാസത്തിൽ നിന്ന് ജനങ്ങളെ കരകയറ്റണം. അങ്ങേക്ക് അതിന് സാധിക്കും. അങ്ങയുടെ സംസാരത്തിലൂടെ, അങ്ങയുടെ പ്രഭാഷണത്തിലൂടെ, അങ്ങയുടെ അറിവ് അത് വിളമ്പുമ്പോൾ അനേകായിരം ആളുകൾ ഗുണകരമാകും. അത് സാധിക്കണം എത്രയും പെട്ടെന്ന്. അത് തീർച്ചയായിട്ടും നമുക്ക് സമാധിയുടെ ഉത്തരം കണ്ടേ പറ്റുള്ളൂ. അതൊരു സമസ്യയായിട്ട് തുടരുകയാണ്. സമാധി കൃത്യമായിട്ടും ജനങ്ങൾക്ക് മനസ്സിലാവണം.